ഫോൺ ഷെയ്ക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഫ്ലാഷ് ലൈറ്റ് ഓപ്പൺ ആവുകയും വീണ്ടും ഷെയ്ക്ക് ചെയ്യുന്ന സമയത്ത് ഓഫ് ആകുകയും ഇനി ഫോൺ 2 തവണ ഇതുപോലെ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാമറ ഓൺ ആകുന്ന സിസ്റ്റവും നിങ്ങളുടെ ഫോണിൽ സെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഇതുകൊണ്ടുള്ള ഉപകാരം പലതാണ്. ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് വളരെ പെട്ടെന്ന് ഒരു ഫ്ലാഷ് ലൈറ്റ് ഓൺ ആക്കണമെങ്കിൽ ഇതുപോലെ ഫോൺ ഷെയ്ക്ക് ചെയ്താൽ മതി. അതുപോലെ തന്നെ ഫോൺ ഷെയ്ക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി ഓഫ് ആകുന്നതാണ്. അതുപോലെ പെട്ടെന്ന് ക്യാമറ ഉപയോഗിക്കണമെങ്കിലും 2 തവണ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാമറ ഓപ്പൺ ആകും. അപ്പോൾ ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്തെടുക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു തരാം. അതിനായിട്ട് നിങ്ങളുടെ ഫോണിൽ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണം. ഈ ആപ്ലിക്കേഷൻ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം, എങ്ങനെ വർക്ക് ചെയ്യും എന്നുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കാണാം. ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ട ലിങ്ക് ഫേസ്ബുക്ക് ആണെങ്കിൽ കമൻറ്റ് ബോക്സിലും യൂട്യൂബ് ആണെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും ലിങ്ക് ഉണ്ടാവും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലൊരു വെബ്സൈറ്റ് ഓൺ ആയി കിട്ടും. നിങ്ങൾ താഴോട്ട് സ്ക്രോൾ ചെയ്ത് പോവുക. അപ്പോൾ ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് ആപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻസ് ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ആപ്ലിക്കേഷൻ നിങ്ങൾ ആദ്യമായിട്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ബാറ്ററി ഓപ്റ്റിമൈസേഷൻ്റെ ഒരു വാണിംഗ് കാണിക്കുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് ആപ്പ് ഇൻഫോ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻസ് കാണാം. ഇത് പുതിയ ഫോണുകളിലാണ് ഇങ്ങനെ. നിങ്ങളുടെ പഴയ ഫോണാണെങ്കിൽ ഈ ബാറ്ററി ഓപ്റ്റിമൈസേഷൻ്റെ പരിപാടിയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്കനുസരിച്ചിട്ടുള്ള പെർമിഷനാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇത് പുതിയ ഫോൺ മാത്രമാണ് ഞാൻ കാണിക്കുന്നത്. ജസ്റ്റ് ഈ ഇൻഫോയിൽ ക്ലിക്ക് ചെയ്യുക. ഇൻഫോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ ആപ്പ് ഇൻഫോയിലേക്കാണ് ഇത് പോകുക. അപ്പോൾ ചില ഫോണിൽ ചെറിയ മാറ്റങ്ങളുണ്ടാവും. നിങ്ങളുടെ ഫോണിനനുസരിച്ച് പ്രവർത്തിക്കുക. ഇനി നിങ്ങൾക്ക് താഴോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ബാറ്ററി സേവർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻസ് കാണാം. ചില ഫോണുകളിൽ മാറ്റം ഉണ്ടാവും. ബാറ്ററി സേവർ എന്നായിരിക്കില്ല. ബാറ്ററി സംബന്ധമായ എന്താണ് നിങ്ങളുടെ ഫോണിൽ ഓപ്ഷൻസ് ഉള്ളത് അതാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അതിനകത്ത് നോ റെസ്ട്രിക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും മുകളിലത്തെ ഓപ്ഷൻസ് കൊടുക്കുക. അതായത് ചില ഫോണിൽ ഏതെങ്കിലും സെറ്റിങ്സിലായിരിക്കും ഇതുണ്ടാകുക. ഇനി നിങ്ങൾ ഫ്രണ്ട് പേജിലേക്ക് വന്നിട്ട് ഏറ്റവും മുകളിലൊരു ബട്ടൺ ഉണ്ടാകും. ഇപ്പോൾ ഫ്ലാഷ് ലൈറ്റ് നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി തൊട്ടടുത്തത് ക്യാമറ എന്ന് പറയുന്ന ഓപ്ഷൻസാണ്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനേബിൾ കൊടുക്കേണ്ട ഒരു ബട്ടൺ ഉണ്ടാവും. അതിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഓവർ ദി ഡിസ്പ്ലേയിൽ വർക്ക് ചെയ്യേണ്ട ഒരു ഓപ്ഷൻസ് ആണ്. അതായത് ഒരു തരത്തിലും ഇത് ഓഫാകാൻ പാടില്ലല്ലോ. ഏത് സമയത്തും പ്രവർത്തിച്ചാലല്ലേ നമുക്കിത് ആവശ്യത്തിന് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഓവർ ദി ഡിസ്പ്ലേയിൽ ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യേണ്ട ഓപ്ഷൻസ് വരും. താഴേക്ക് സ്ക്രോൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഈ ആപ്ലിക്കേഷൻ അതിനകത്ത് ഉണ്ടാകും. ആ ആപ്ലിക്കേഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുക. ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഇതുപോലൊരു ബട്ടൺ ഓപ്പൺ ചെയ്യാനുണ്ടാകും. ഇനി സാംസങ് ഒക്കെ ആണെങ്കിൽ ആ പുറത്ത് നിന്ന് തന്നെ ഈ ബട്ടൺ ഓപ്പൺ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് സെറ്റായി കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് ഈ പേജിലേക്ക് വന്നിട്ട് ഇവിടെയും ബട്ടൺ ഓപ്പൺ ചെയ്യണം എങ്കിൽ മാത്രമേ ഇത് വർക്ക് ചെയ്യുള്ളൂ. ഇപ്പം നിങ്ങൾക്ക് ഇത് ഫോണിൽ സെറ്റായിട്ടുണ്ട്. ഇനി നിങ്ങൾ ഷെയ്ക്ക് ചെയ്യുന്ന സമയത്ത് ഫ്ലാഷ് ലൈറ്റും റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ക്യാമറയും ഓപ്പൺ ആവുന്നതാണ്. ഇനി ഈ ഫോൺ ലോക്കാണെങ്കിലും ഇതുപോലെ നിങ്ങൾ ഷെയ്ക്ക് ചെയ്യുന്ന സമയത്ത് ഓൺ ആകും. അതുപോലെ തന്നെ ഒന്നുകൂടി ഷെയ്ക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓഫ് ആവുകയും ചെയ്യും. ലോക്കൊന്നും ഇതിന് പ്രശ്നമല്ല. പക്ഷേ ക്യാമറ അങ്ങനെയല്ല. നിങ്ങൾ ലോക്കായ സമയത്താണ് ഇതുപോലെ റൊട്ടേറ്റ് ചെയ്തിട്ട് നിങ്ങൾ ചെയ്യുന്നെങ്കിൽ ഇതുപോലെ ക്യാമറ ഓപ്പൺ ആയി കിട്ടില്ല. കാരണം ലോക്ക് അൺലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്യാമറ ലഭിക്കുകയുള്ളൂ. ആ ഒരു ചെറിയ പ്രശ്നം. പിന്നെ അതറിയാലോ, നമുക്ക് ലോക്ക് അൺലോക്ക് ചെയ്യാതെ ക്യാമറ ഉപയോഗിക്കാൻ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക, സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യുക. ഇത്തരം വീഡിയോകൾ ഡെയിലി ലഭിക്കാൻ FTM ക്രിയേഷന്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി ഞാൻ വരും. അതുവരേക്കും ഗുഡ് ബൈ.